ഹലോ. അതായത് ഇന്നലെ February 25th സാംസങ്ങിന്റെ അൾട്രാ സീരീസ് S26 സീരീസ് റിലീസായിരുന്നു. ഇന്നലെ ലേറ്റ് നൈറ്റ് 11:32 അങ്ങോട്ട് ആയിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. അതില് സാംസങ്ങിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഐഫോൺസിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ സാംസങ്ങിന്റെ ഇവന്റ് ആയിരുന്നുകൊണ്ടാണ് സാംസങ്ങിനെ എടുത്തു പറഞ്ഞത്. ഈ രണ്ട് ബ്രാൻഡിന്റെ ഭാഗത്തുനിന്ന് ഇംപ്ലിമെന്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയ ഒരു കാര്യമുണ്ട് അതിനെ പറ്റിയിട്ട്. പിന്നെ ടോട്ടൽ വീഡിയോ ആൻഡ് ഫോട്ടോഗ്രാഫിന്റെ കാര്യത്തിലുള്ള ഒരു ഒപ്പീനിയൻ. പിന്നെ എന്തിനാണ് ഫോട്ടോഗ്രാഫി, അതിന്റെ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, സാംസങ് അല്ലെങ്കിൽ ഐഫോൺ ഇംപ്ലിമെന്റ് ചെയ്ത കൊള്ളായിരുന്നു എന്നുള്ളൊരു കാര്യം. അതെന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ എനിവേ സാംസങ് അൾട്രാ സീരീസിൽ അൾട്രാ ഫോണിൽ 4 ക്യാമറാസ് കൊടുക്കുന്നുണ്ട്. ഒന്ന് 0.5, 1x, 3x ആൻഡ് 5x. ഈ 3x 5x എന്നുള്ളത് മാറ്റിയിട്ട് 3x 5x ഒറ്റ ലെൻസ് ആക്കിയിട്ട് ഒരു വേരിയബിൾ സൂം ആക്കിയിട്ട്, അല്ലെങ്കിൽ 3x 6x ഒരു വേരിയബിൾ സൂമുള്ള ഒരു ലെൻസ് ആക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്തൂടെ? എന്നിട്ട് ഇനി ആ ഒരു ലെൻസ് ഒഴിവാക്കുക, ഫോർത്ത് ലെൻസ് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഇനി ഒഴിവാക്കുന്നില്ലെങ്കിൽ അവർക്ക് അതൊരു 10x ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ അവർക്ക് അവരുടെ ഓൾറെഡി ഉള്ള ഇമേജ് എൻഹാൻസ്മെന്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്നും കൂടെ ക്ലാരിറ്റി ഉള്ള, ഒന്നും കൂടെ ക്ലിയർ ഉള്ള സൂം പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. നല്ല അത്യാവശ്യം ഹാർഡ്വെയറിന്റെ ഇംപ്ലിമെന്റേഷനോട് കൂടെ തന്നെയുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ആ സൂം ക്യാപ്പബിലിറ്റീസ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ കഴിയും. ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ, ഇനിയിപ്പോൾ ഐഫോൺസിന്റെ കേസിലാണെങ്കിൽ ഈ 4x മാറ്റിയിട്ട് 3x 6x അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അങ്ങനെ ചെയ്തൂടെ? അത് ഞാൻ എൻ്റെ മൈൻഡിൽ ഒരു 2-3 years ആയിട്ടുള്ള ഒരു തോട്ടാണ് ഈ സംഭവം. പക്ഷെ ഞാനിപ്പോഴാണ് ഈ ചാനൽ തുടങ്ങിയതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് പറയുന്നു. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്ന സംഭവമാണ്. അപ്പോൾ ഇതാണ് ഒരു കാര്യം. ഇനി സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നമ്മുടെ വിവോ, ഓപ്പോ ലൈക്ക് ചൈനീസ് ബ്രാൻഡ്സ് ആൻഡ് അപ്പുറത്ത് സാംസങ്, ഐഫോൺസ്, ഇങ്ങനത്തെ കാര്യത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യം. അതായത് എന്താന്ന് വെച്ചാല്, പലപ്പോഴും ഇന്നത്തെ സിനാരിയോയില് പലരും പറയുന്നേക്കാം വിവോ, ഓപ്പോ ആണ് ഫോട്ടോഗ്രാഫിക്ക് അടിപൊളിയെന്ന്, ആൻഡ് ഐഫോൺ ബെറ്റർ ഫോർ എന്ത് ചെയ്യാം വീഡിയോഗ്രാഫി, എല്ലാവർക്കും അറിയാം. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ വിവോ ആണെങ്കിലും ഓപ്പോ ആണെങ്കിലും പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിക്ക് ഇട്ടില്ലെന്ന് തന്നെ പറയാം. ഒരു തർക്കമില്ല. അത് ഐഫോണോ സാംസങ്ങോ എത്ര മല്ലിട്ടാലും കാര്യമില്ല. പിന്നെ ഫോട്ടോഗ്രാഫിയിലോട്ട് വരുമ്പോൾ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം അത് ഇപ്പോഴും വിവോ ആണെങ്കിലും ഓപ്പോ ആണെങ്കിലും ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം നമുക്കൊരു ഔട്ട്പുട്ട് എക്സ്പെക്ട് ചെയ്ത് ഫോട്ടോ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റിൽ ഐഫോൺ തന്നെ വേണം, സാംസങ് പോലും അല്ല. സാംസങ് ഇപ്പൊ അവരുടെ S26 സീരീസിൽ അവരുടെ അപ്പർച്ചറും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നേ ഉള്ളൂ. അത് എത്തി തുടങ്ങിയിട്ടില്ല. അത് എത്തിയതിനു ശേഷം ആ കാര്യത്തെ ഫോട്ടോഗ്രാഫി കാര്യത്തിൽ സാംസങ്ങിന്റെ കാര്യത്തെ പറ്റി നമുക്ക് സംസാരിക്കാം. ഒരു 2020-2022 സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, സാംസങ് ഈസ് ഫോർ ഫോട്ടോഗ്രാഫി ആൻഡ് ഐഫോൺ ഈസ് ഫോർ വീഡിയോഗ്രാഫി. ഫോട്ടോഗ്രാഫിന്ന് സാംസങ്ങിന്റെ സംഭവം ഇപ്പോൾ പാടെ പോയിട്ടുണ്ട്. അത് ഐദർ ചൈനീസ് ബ്രാൻഡ്സ് ഓർ ഐഫോൺ എന്നുള്ള ഒരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഈ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫിന്റെ കാര്യത്തിൽ. സത്യം പറഞ്ഞാൽ അതിൽ ഇപ്പോൾ സാംസങ് ഒരു APV കോഡൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് വീഡിയോഗ്രാഫിയിൽ ഇപ്പോൾ S26 സീരീസിൽ. അത് ഇനി വീഡിയോഗ്രാഫിക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആവും, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം. അത് വേറെ കാര്യം. അതാണ് ഒരു തോട്ട്. അപ്പോ ഇതില്
സംസാരിക്കാനുള്ളത് എന്താ വെച്ചാൽ സാംസങ് അതിനെ ഇപ്പോ അതിന്റെ നടുവിൽ നിന്നിട്ട്, അതായത് ഇപ്പൊ യൂസ് കേസിന്റെ കാര്യത്തിൽ പല ഫീച്ചേഴ്സ് വൈസ് എന്ന് പറഞ്ഞാല് സാംസങ് കിങ് ആണ്. പല പല ഫീച്ചേഴ്സ് ആണ് സാംസങ് കൊടുക്കുന്നത്. അത് ഐഫോൺസിലും ഇല്ല, മറ്റ് ചൈനീസ് ബ്രാൻഡ്സിലും ഇല്ല, പല കാര്യങ്ങളും. അത് വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം എന്തൊക്കെയാണുള്ളത്. അത് ഒരു കാര്യം. അപ്പോൾ വീഡിയോഗ്രഫിയിലോട്ട് വരികയാണെങ്കിൽ ഐഫോൺ, ഫോട്ടോഗ്രഫിയിലോട്ട് വരികയാണെങ്കിൽ ഐ പ്രിഫർ നോർമൽ ഫോട്ടോഗ്രഫി വിത്ത് ഐഫോൺ ആൻഡ് പോർട്രേറ്റ് ഫോർ പോർട്രേറ്റ് ഫോട്ടോഗ്രഫി വിത്ത് ചൈനീസ് ബ്രാൻഡ് ഫോൺസ് ലൈക്ക് വിവോ, ഓപ്പോ ആൻഡ് ഈവൻ വൺ പ്ലസ്. അതും നമുക്ക് ഈ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതില്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സൂം ക്യാപ്പബിലിറ്റീസ്. അയ്യോ, പലരും ഐഫോൺസിനെ ട്രോൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് സൂം ക്യാപ്പബിലിറ്റിന്റെ കാര്യത്തിൽ. ശരിയാണ്, സൂം ക്യാപ്പബിലിറ്റി 100x വരെയൊക്കെ ഉള്ളത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ലൈക്ക് ഞാൻ പല സമയത്തും ആ സൂം ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്റെ ഇപ്പൊ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ഫോണിൽ 30x ആണുള്ളത്. ആ 30x ഞാൻ പല സമയത്തും യൂസ് ചെയ്തിട്ട് ലോങ്ങിലുള്ള ടെക്സ്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ അവിടെ പോയി വായിച്ചെടുക്കാതെ നമുക്ക് അത്രയും വാക്കിംഗ് ഡിസ്റ്റൻസ് നമുക്ക് കുറക്കാൻ പറ്റും. വാക്കിംഗ് വ്യായാമത്തിന് നല്ലതാണ്, അത് ഞാൻ മറക്കല്ല. എന്നിരുന്നാൽ പോലും നമുക്ക് അത്രയും വാക്കിംഗ് ഡിസ്റ്റൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, അല്ലാതെ ഈ ചന്ദ്രനെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ, ചന്ദ്രനെ എപ്പോ എടുത്താലും അതിപ്പോ നമ്മൾ പ്രോപ്പർ ക്യാമറയിൽ എടുത്താലും നമുക്ക് ഒരേ വിഷ്വൽ ആണെന്ന് പലരും പറയപ്പെടുന്ന കേട്ടിട്ടുണ്ട്. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോ നമ്മൾ ആ ചന്ദ്രൻ എടുത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ കൊള്ളാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ സൂം ലെൻസ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. അത് അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് അവർ നല്ലൊരു ഫീച്ചർ ആയിട്ട് പറഞ്ഞു. ഏത് ബ്രാൻഡ് ആണെങ്കിലും, അതിപ്പോ സാംസങ് ആണ് ആദ്യം ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുന്നത്, ഇപ്പോ ചൈനീസ് ബ്രാൻഡ്സിലും ഉണ്ട്. അത് വെച്ചിട്ട് ഐഫോൺസിനെ ടാപ്പ് കുത്താൻ നോക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. അതൊക്കെ കുറച്ച് ഓവറാന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഐഫോൺസിന് സൂം ക്യാപ്പബിലിറ്റീസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പൊ ഒരു 100x സൂം ക്യാപ്പബിലിറ്റി ഉള്ളത് നല്ലത് തന്നെ. പക്ഷെ അത് വിചാരിച്ച് ആ ഒരു കാര്യത്തിൽ നമുക്കൊരു ഇന്നത്തെ നമ്മുടെ യൂസ് കേസ് എന്ന് പറയുന്നത് മെയിൻലി ഒരു സോഷ്യൽ മീഡിയ സെൻട്രിക് ആയിട്ടുള്ള ഫോട്ടോഗ്രഫി, വീഡിയോഗ്രഫി കാര്യങ്ങളൊക്കെയാണ്. അപ്പോ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം അത് സോഷ്യൽ മീഡിയ തന്നെയാണ്. ആ സമയത്ത് നമ്മൾ ഈ ക്ലാരിറ്റി ഇല്ലാതെ വെറുതെ 100x ഒക്കെ സൂം ചെയ്തെടുത്ത ഒരു ഫോട്ടോ ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് വെറുതെ ഐഫോൺസിനെ തള്ളക്കുളിക്കുന്നത്, അങ്ങനത്തെ ചാപ്പ് കുത്താൻ നോക്കുന്നതൊക്കെ ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൽ 40x വരെ ഇപ്പോ 17 പ്രോ മാക്സ് സീരീസിൽ പ്രോയിലൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. 40x വരെയൊക്കെ 40x ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു കുഴപ്പമില്ലാത്ത നമ്മളെ യൂസ് കേസസുകൾ നടന്നു പോകും ആ സൂം ക്യാപ്പബിലിറ്റി കൊണ്ട്. അല്ലാതെ ആ ക്ലാരിറ്റി അച്ചീവ് ചെയ്ത് പ്രോപ്പർ ക്ലാരിറ്റി അച്ചീവ് ചെയ്യാതെ 100x ഒക്കെ കിട്ടിയിട്ട് എന്താ കാര്യം? ഇപ്പോ ഗൂഗിളിന്റെ ഫോണിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 100x സൂം ഉണ്ട്. അത് AI വെച്ചിട്ട് റീഡ്രോ ചെയ്യുന്ന സംഭവമാണ് മെയിൻലി ഗൂഗിൾ പിക്സലിന്റെ കാര്യത്തിൽ. എന്നിരുന്നപ്പോഴും കുഴപ്പമില്ല എന്ന് പറയാം ആ കാര്യത്തിൽ. പക്ഷെ ഈ ക്ലാരിറ്റി ഇല്ലാത്തൊരു ഒരു ഫോട്ടോ, മറ്റേ ഒരു ഫോട്ടോ തീരെ ക്ലാരിറ്റി ഇല്ല, അത്രയും ക്ലാരിറ്റി ഇല്ല. പക്ഷെ ഈ ഒരു സംഭവത്തിന്, ഈ ഒരു സൂം ലെൻസ് എന്ന് പറയുന്നത് 100x സൂം എന്ന് പറയുന്നതിന് ഒരു സോഷ്യൽ മീഡിയ സെൻട്രിക് ആയിട്ടൊരു യൂസ് കേസ് പോലും ഇല്ല. പിന്നെ നമ്മൾ എന്തിനാണ് അതിനെ കമ്പയർ ചെയ്ത് ചെറ്റത്തനം കാട്ടുന്നത്? അതിന്റെ ഒരു ആവശ്യമില്ലാന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ഞാൻ സംസാരിക്കാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളതെന്ന് നിങ്ങൾ കോമെന്റ്സ് ആയിട്ട് ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യാം, പരമാവധി ഷെയർ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ കോണ്ടന്റുകൾ 3 വീഡിയോ ആയിട്ട് ഷോർട്സ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണുള്ളത്. ഓക്കെ.